എങ്ങനെയാണ് മനസ്സിന് പരിക്കു പറ്റിയെന്ന് ചോദിച്ചാൽ ജീവനോളം സ്നേഹിച്ച ഭാര്യയിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. അവൾക്ക് പല രഹസ്യങ്ങളും ഉണ്ടെന്ന് കണ്ടപ്പോൾ അത് കണ്ടെത്താൻ ഞാൻ നിരന്തരം ശ്രമിച്ചു. സംശയം ശരിയായിരുന്നു. ഇത് നിങ്ങളുടേതല്ല എന്നും പറഞ്ഞ് കുഞ്ഞുമായി ഭാര്യ വൈകാതെ പോയി. തലക്ക് ഭ്രാന്തി പിടിച്ച ഞാനെന്ന് തന്നെ ആ നാട് വിടുകയായിരുന്നു, അലയുകയായിരുന്നു. അലഞ്ഞു മടുത്തിട്ടാണ് സഞ്ചാരം നിർത്തിയത്. കാണാനും കൊള്ളാനും ഇനി യാതൊന്നുമില്ലെന്ന് തോന്നിയപ്പോൾ ശാന്തമായി വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ദയാദേവിയുള്ള ആശ്രമത്തിലേക്ക് എത്തപ്പെടുന്നത്. വിഗ്രഹാരാധനയില്ലാത്ത ആ കാവ്യ പുതച്ച സന്യാസലോകത്തിൽ നിന്ന് തലയിൽ വെളിച്ചം വീണുവെന്ന് തോന്നി നടത്തിപ്പുകാരനായ ആനന്ദേശ്വര സ്വാമിയോട് എന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ. പതിയെ ആ വിദ്യാർത്ഥി നിരാശപ്പെട്ടു. പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും സ്വീകാര്യമായ ഉത്തരങ്ങൾ സ്വാമിയിൽ നിന്നും ലഭിച്ചില്ല. എന്നാലും ദയാദേവിയുമായുള്ള സമ്പർക്കം എന്നെ അവിടെ നിലനിർത്തുകയായിരുന്നു. ആയിടക്കാണ് ദയാദേവിയിൽ നിന്ന് ചോരമരത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. വർഷത്തിൽ മുക്കാലും പ്രത്യേകതരം ചുവന്ന പൂക്കളുമായി പൂത്തു നിൽക്കുന്ന ആ മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ചോര ഇറ്റിറ്റി വീഴുമ്പോഴും അങ്ങനെയൊരു സൃഷ്ടി ഭൂഗോളത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ എതിർത്തു. വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചിന്തയിൽ ദയാദേവി ചിരിച്ചു. അന്ന് തൊട്ട് ചോരമരം ഞരമ്പിൽ കലർന്നിരുന്നു. എങ്ങനെയാണ് അത് കാണാൻ സാധിക്കുക? ഞാൻ ചോദിച്ചു. അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന അടിവാരത്ത് ചാമുണ്ടിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആദിവാസികൾ അടങ്ങുന്ന കാടരുടെ കാളിയാണ് ആ ഈശ്വരിയെന്നും ദയാദേവി പറഞ്ഞു. അവിടെ ചെമ്പുത്താൻ എന്നു പേരുള്ള ഒരാളുണ്ട്. അയാളെ കണ്ടാൽ ചോരമരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്നും ദയാദേവി ചേർത്തു. അത്തരമൊരു അത്ഭുതമരം ഉണ്ടെങ്കിൽ കണ്ടിട്ട് തന്നെ കാര്യമെന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ദയാദേവി പറഞ്ഞതുപോലെ ചെമ്പുത്താനെ കണ്ടു ഞങ്ങൾ ചോരമരത്തിലേക്ക് ചലിക്കുകയും ചെയ്തു. കാടാണ്. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അടിയിലും പ്രകൃതി കുലുങ്ങുന്നത് പോലെ അപ്രതീക്ഷിതമായാണ് ഒരു വൃദ്ധയുടെ പിൻവിളി ഞങ്ങൾ ആ നേരം കേൾക്കുന്നത്. ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾ ചാകും, തിരിച്ചു പോകുന്നതാണ് നല്ലത്. അങ്ങനെയൊരു കാട്ടിൽ ഇങ്ങനെയൊരു ആളെയോ ശബ്ദത്തെയോ പ്രതീക്ഷിച്ചതേയില്ല. കാര്യമാക്കേണ്ട എന്ന് ചെമ്പുത്താൻ പറഞ്ഞു. ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാകം ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ മുന്നിൽ തെളിയും പോലും. ദേഹം ചുളിഞ്ഞു തുടങ്ങിയ ആ അർദ്ധനഗ്നനായ വൃദ്ധയെയും മറികടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം ജട പിടിച്ച മുടികളുമായി ആ സ്ത്രീ ഞങ്ങളെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഈ വഴിക്ക് എന്താ പ്രശ്നം? ചെമ്പുത്താനോട് ഞാൻ ചോദിച്ചതാണ്. സാറ് പോണമെന്ന് പറഞ്ഞ ചോരമരത്തിലേക്കുള്ള വഴികളെല്ലാം പ്രശ്നമാണ്. നടത്തത്തിനിടയിൽ അയാൾ മറുപടി തന്നു. ഒന്നിനെയും ഭയമില്ലെന്ന അർത്ഥത്തിൽ ഞാൻ പതിയെ ചിരിക്കുകയായിരുന്നു. എന്നാലും ഹൃദയം ആകുലതയിൽ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഭയാനകമായ അന്തരീക്ഷം പ്രതീക്ഷിച്ചതേയില്ല. ആ പിടപ്പ് കണ്ടുപിടിച്ച പോലെ ചെമ്പുത്താൻ വിളിക്കുകയാണ്. ദാ ആടെയാണ് ചോരമരം. അയാൾ ചൂണ്ടിയ ദൂരത്തേക്ക് ഞാൻ നോക്കി. രണ്ടാളിൻ്റെ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന 3 പാറകളെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. സൂക്ഷിച്ചു നോക്കാൻ ചെമ്പുത്താൻ പറഞ്ഞു. ശരിയാണ്, പാറകളുടെ ഇടയിലൂടെ നിഴൽ പോലെയൊരു മരം കാണാം. നിങ്ങൾ വരുന്നില്ലേ? ഞാൻ ചോദിച്ചു. ഞങ്ങൾക്ക് വന്നൂടാ, അയാൾ പറഞ്ഞു. കാട്ടുചാമുണ്ടിയെ പൂജിക്കുന്ന തങ്ങൾക്ക് ചോരമരത്തിൻ്റെ അടുത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നും ചെമ്പുത്താൻ ചേർത്തിരുന്നു. അതും അവരുടെ ചാമുണ്ടിക്ക് രക്താർച്ചന നടത്താനാണത്രേ. അയാളെ നിർബന്ധിച്ചില്ല. ലക്ഷ്യത്തിൽ കണ്ണും വെച്ച് ഞാൻ നടന്നു. തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം അങ്കലാപ്പോടെ ചെമ്പുത്താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ധൈര്യം സംഭരിച്ച് മുന്നോട്ടേക്ക് തന്നെ ചലിച്ചു. ഓരോ കാലടിയിലും കാറ്റിൻ്റെ വേഗതയും കൂമൻ്റെ കൂവലും കൂടുന്നു. ഞാൻ നിൽക്കുമ്പോൾ രണ്ടും കുറയുന്നു. എന്ത് പ്രതിഭാസമാണ് എന്നെ ചേർത്ത് നടക്കുന്നതെന്ന് അറിയാതെ അതിശയിച്ചു നിന്നുപോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ചെമ്പുത്താനെ കാണുന്നില്ല. മുന്നോട്ട് നോക്കിയപ്പോൾ അയാൾ ചൂണ്ടിയ പാറകളും ചോരമരത്തിൻ്റെ നിഴൽ രൂപവും അപ്രത്യക്ഷമായിരിക്കുന്നു. അമ്പരന്നും കൊണ്ട് തലയിൽ കൈവച്ചു പോയി. മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകേണ്ടതെന്ന് അറിയാതെ ആ കാട്ടിൽ പകച്ചു നിന്നുപോയി. ചെമ്പുത്താ വിളിച്ചു പോകി. ശബ്ദം 4ആയി ചിതറി എൻ്റെ കാതുകളിൽ തന്നെ വന്ന് വീണു. പണ്ട് എൻ്റെ കുഞ്ഞുമായി ഭാര്യ പോകുമ്പോൾ ഉടലെടുത്ത ഭ്രാന്ത് തലയിൽ വീണ്ടും പതയുന്നത് പോലെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു. ചോരമരം കാണാതെ ആ കാട് വിട്ടു പോകില്ലെന്ന് ശപഥം ചെയ്തു. അത് അറിഞ്ഞതുപോലെ കാറ്റ് വീണ്ടും ആഞ്ഞടിക്കുകയും കൂമൻ വ്യത്യസ്തമായ വിധം കൂവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നില്ല. വല്ലാത്ത തരം ആവേശത്തോടെ മുന്നോട്ട് തന്നെ ചലിച്ചു. ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾ ചാകും, തിരിച്ചു പോകുന്നതാണ് നല്ലത്. യാത്രയുടെ തുടക്കത്തിൽ കണ്ട അതേ വൃദ്ധ ഞാൻ ഞെട്ടിയില്ല. പകരം അടുത്ത് കണ്ട കരിങ്കല്ലെടുത്ത് ആ സ്ത്രീയുടെ തലയ്ക്കടിച്ചു. കല്ല് പൊട്ടി ചോര വന്നിട്ടും ആ വൃദ്ധയ്ക്ക് യാതൊന്നും സംഭവിച്ചില്ല. മരത്തിൽ നിന്നും കല്ലിൽ നിന്നും ചോര തെറിക്കുന്ന ലോകത്ത് ഞാൻ എങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇനി അനങ്ങരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
സാറേ, തൊട്ടു വിളിച്ചത് ചെമ്പുത്താനാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹലോ, വേക്കപ്പ്, സ്ലോലി വേക്കപ്പ്. കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുകയാണ്. ആനന്ദേശ്വര സ്വാമിയുടെ മുഖം സാദൃശ്യത്തോടെ ഒരു ഡോക്ടർ മുന്നിൽ തെളിഞ്ഞു. അരികിലുള്ള നേഴ്സിന് ദയാദേവിയുടെ ഛായയായിരുന്നു. വിട്ടുപോയെന്ന് ധരിച്ച എൻ്റെ കുഞ്ഞും ഭാര്യയും തൊട്ടടുത്തുണ്ട്. നിരീക്ഷിച്ചപ്പോൾ ഞാനൊരു ആശുപത്രിയിൽ ആണെന്ന് മനസ്സിലായി. നോ, യു ആർ പെർഫെക്റ്റ്ലി ആൾ റൈറ്റ്. ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ഞാൻ ആ വൃദ്ധയെയും ചെമ്പുത്താനെയും തിരയുകയായിരുന്നു. ചോരമരം കാണാൻ പോയ എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഓർക്കാൻ കൂടി വയ്യ. ദിവാൻകോട്ട് പോലെയുള്ള ആശുപത്രി കിടക്കയിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഞാൻ തലയിൽ ചുംബിച്ചു. ക്ഷമിക്കൂ എന്ന് പറഞ്ഞ ഭാര്യ ആ നേരം എന്നെ പൊതിഞ്ഞു. നിങ്ങളുടെ സംശയം സഹിക്കാൻ പറ്റാതെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് മൊഴിഞ്ഞും കൊണ്ട് ഭാര്യ വിതുമ്പുകയാണ്. അന്ന് തലയുടെ സ്ഥിരത തെറ്റി നാട് വിട്ടുപോയ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പോലും. പാളത്തിൽ രണ്ടായി മുറിയാൻ തലവെച്ച് കിടന്ന എന്നെ റെയിൽവേ അധികൃതർ പോലീസിൽ ഏൽപ്പിച്ചതാണ് പോലും. ഡോക്ടറും നേഴ്സും പോയപ്പോൾ ചോരമരമെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. പാതിബോധത്തിൽ കിടന്ന നിങ്ങളോട് ഡോക്ടർ പറഞ്ഞ കഥ മാത്രമാണ് അതെന്ന് ഭാര്യയെന്ന് വ്യക്തമാക്കിയത് മാസങ്ങളോളം മനോരോഗ കേന്ദ്രത്തിലായിരുന്ന ഞാനെന്നും അപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സ് കൈവിട്ടു പോയ എന്നോട് എന്തിനാണ് അത്തരമൊരു കഥ പറഞ്ഞതെന്ന് ആശുപത്രിവാസം വിടുമ്പോൾ ഡോക്ടറോട് ചോദിച്ചിരുന്നു. ഇല്ലാത്തതുണ്ടെന്ന് കാട്ടി നിങ്ങളെ ഭയപ്പെടുത്തണമെന്ന് ഉണ്ടായിരുന്നുള്ളൂവെന്ന് ഡോക്ടർ ചിരിച്ചും കൊണ്ടാണ് പറഞ്ഞത്. ശരിയാണ്, ഞാൻ ഭയപ്പെട്ടു പോയി. സംശയത്തിൻ്റെ മിഥ്യയായിരുന്നു ചോരമരം. ആ യാത്രയിൽ കണ്ടുമുട്ടിയ കാറ്റും കൂമനും ചെമ്പുത്താനും ഉൾപ്പെടെയുള്ള സാങ്കല്പിക പാത്രങ്ങളാണെന്ന് എന്നെ അസ്വസ്ഥമാക്കിയത്. അല്ലെങ്കിലും സംശയരോഗികൾക്ക് എന്നും പരക്കം പായേണ്ടി വരുന്നത് ഭയത്തിൻ്റെ ഭ്രമലോകത്ത് തന്നെയായിരിക്കും. വർഷത്തിൽ മുക്കാലും പ്രത്യേകതരം ചുവന്ന പൂക്കളുമായി പൂത്തു നിൽക്കുന്ന ചോരമരങ്ങളാണ് ഓരോ സംശയരോഗികളും. ജീവിതത്തിൻ്റെ ചില്ലയിൽ നിന്ന് രക്തം ഇറ്റിറ്റി വീഴ്ത്താൻ പാകം ബന്ധങ്ങൾ മുറിച്ച് തൂക്കാനല്ലാത്ത ഇത്തരം മനുഷ്യർക്ക് മറ്റൊന്നിനെയും കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ തെളിവാണ് ഇല്ലാത്തതുണ്ടെന്ന് തലയിൽ ജീവനോടെ കലയിച്ച് എന്നിൽ നിന്നും കൊഴിഞ്ഞുപോയ ഈ ഭ്രമകാലം.